യെശയ്യാ അധ്യായം 27. എന്നാൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവിയതാനെയും വക്രസർപ്പമായ ലിവിയതാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. അന്ന് നിങ്ങൾ മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെപ്പറ്റി പാട്ടുപാടുകയും, യഹോവയായി ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണപ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ക്രോധം എനിക്കില്ല. യുദ്ധത്തിൽ പറക്കാരെയും ഉൾപ്പറക്കും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകപ്പാട് ചുട്ടുകളയുമായിരുന്നു. അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. അതെ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. വരും കാലത്ത് യാക്കോബ് ഉയരുകയും ഇസ്രായേൽ തലത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണ്ണമാകുകയും ചെയ്യും. അവരെ അടിച്ചതുപോലെയോ അവൻ അവരെ അടിച്ചത്, അവരെ കൊന്നതുപോലെയോ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരെ ഉപേക്ഷിച്ചതിനാൽ മിതമായിട്ട് അവളോട് ബാധിച്ചു. കിഴക്കൻ കാറ്റുള്ള നാളിൽ അവൻ കൊടുങ്കാറ്റുകൊണ്ട് പാറ്റിക്കളഞ്ഞു. ഇതുകൊണ്ട് യാക്കോബിൻ്റെ അകൃത്യത്തിന് പരിഹാരം വരും. അവൻ്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിൻ്റെ ഫലമെല്ലാം ഇതാകുന്നു. അവൻ ബലിപീഠത്തിൻ്റെ കല്ലൊക്കെയും ഇടിച്ചു ചേർത്ത ചുണ്ണാമ്പുകല്ല് പോലെ ആക്കുമ്പോൾ അശേര പ്രതിഷ്ഠകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്നു നിൽക്കുകയില്ല. ഉറപ്പുള്ള പട്ടണം ഏകാന്തവും മരുഭൂമി പോലെ നിർജ്ജനവും ശൂന്യവുമായിരിക്കും. അവിടെ കാളക്കിടാവ് മേഞ്ഞു കിടന്ന് അവിടെയുള്ള തളിരുകളെ തിന്നുകളയും. അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും. സ്ത്രീകൾ വന്ന് അത് പറക്കി തീ കത്തിക്കും. അത് തിരിച്ചറിവില്ലാത്തൊരു ജാതിയല്ലോ. അതുകൊണ്ട് അവരെ നിർമ്മിച്ചവൻ അവരോട് കരുണ തോന്നുകയില്ല, അവരെ മണിഞ്ഞവൻ അവർക്ക് കൃപ കാണിക്കുകയുമില്ല. എന്നാൽ യഹോവ നദി മുതൽ മിസ്രയീം വരെ കറ്റം വിധിക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. എന്നാൽ മഹാകാഹളം ഊതും. അശ്ശൂർ ദേശത്ത് നഷ്ടരായവരും ഇസ്രായേൽ ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരൂശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും.